എണ്ണക്കാട് നാരായണൻകുട്ടി എന്നാണ് സാറിൻ്റെ മുഴുവൻ പേര്. എൻ്റെ ആദ്യത്തെ ഗുരുവാണ്. ഞാൻ ഡാൻസിൽ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും സാറിന് അവകാശപ്പെട്ടതാണ്. ഇഷ്ടം പോലെ അടി മേടിച്ചിട്ടുണ്ട് സാറിൻ്റെ ഇത്. സ്വാഭാവികം. ഇഷ്ടം പോലെ അടിയും ഇഷ്ടം പോലെ ഭക്ഷണവും കൊടുത്തു. അതെ അതെ, എനിക്ക് അടി കിട്ടിയിരിക്കുന്നതൊന്നും ഡാൻസ് ചെയ്യാത്തതിനല്ല. സാറിന് ഇതിന് മുമ്പൊരു ഷോയിൽ വന്നിട്ടുണ്ട്, അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. പക്ഷെ അന്ന് ഇതിലും ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നിൽക്കാൻ വയ്യാത്ത പോലെയൊക്കെ ആയത്. ആലോചിക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഡാൻസ് UKG. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കാതെ രാവിലെ ക്ലാസ്സിലുണ്ട്. 7 മണിക്കാണ് രാവിലെ ക്ലാസ്. അപ്പോൾ 5:30 മണി 5:45 ആകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ അന്നൊന്നും കുട്ടികൾക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും ഇന്നത്തെ പേരൻസിനെ പോലെയല്ല. സാറ് ചോദിക്കും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ കൃത്യമായിട്ട് അമ്മ അച്ഛനും പറയും ഒന്നും കഴിക്കാതെയാ സാറേ വന്നേക്കുന്നേ, നല്ലത് കൊടുത്തേക്കണം എന്ന് പറയും. പക്ഷെ ഇന്നൊക്കെ നമ്മൾ പേരൻസ് ആണെങ്കിൽ കുട്ടികളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, കുഴപ്പമില്ല പാല് കുടിച്ചു എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സാറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3-4 ദോശ അല്ലെങ്കിൽ ഒരു 5 ദോശയൊക്കെ വിത്ത് 10-36 അടി. ഞാൻ തള്ളിയതല്ല, ഇതൊക്കെ ഉള്ളതാട്ടോ, ഇതൊക്കെ ഉള്ളതാണ്. അടിന്ന് പറഞ്ഞാ കുറെ അടി തരും. ചൂരല് കൊണ്ട് നല്ല അടി. ഇപ്പോഴും വേണേ ഞാൻ അവളെ അടിക്കില്ലെങ്കില്. നവ്യ, ഈ എണ്ണക്കാട് നാരായണൻകുട്ടി സാറിനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. അദ്ദേഹം നൃത്തം മാത്രമല്ല ബാലയിലും അല്ല ഒരുപാട് ക്യാരക്ടർ മീൻസ് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ 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 കൃഷ്ണനായിട്ട്. അതെ അതെ, ഒത്തിരി സാറിന്റെ ബാലയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മോള് നൃത്ത ചേച്ചി ശ്രുതി, നൃത്ത ചേച്ചി കലാക്ഷേത്രയില് അലുമിനിയാണ്, കലാക്ഷേത്ര അലുമിനി. ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട് നൃത്ത ചേച്ചി അക്കാഡമിയിലായോ? ഓ അത് ശരി, ഓക്കെ. അപ്പൊ അങ്ങനെ ഇത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആണ്. താങ്ക് യു സോ മച്ച് ഫ്ലവേഴ്സ് ടീം. സാർ ഒരു ചോദ്യം, സാർ എത്ര വേദികളിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കും സാറ്? ക്ലാസിക്കൽ ഡാൻസ് ഒരു 50,000 വേദികളിൽ ചെയ്തു. മൈ ഗോഡ്. അമ്മേ, കേരളത്തിൽ ആദ്യമായി കുച്ചിപ്പിടി പഠിച്ചത് ഞാനാണ്. ഓ, കേരളത്തിൽ ആദ്യമായി പത്മഭൂഷൺ വെമ്പട്ടി ചിന്ന സത്യമാഷൊക്കെ കുച്ചിപ്പിടി പഠിച്ചിട്ട് കേരളത്തിൽ ആദ്യമായി കുച്ചിപ്പിടി ചെയ്ത് ഞാനാണ്. ഇപ്പോൾ എനിക്ക് 75 വയസ്സായി. എൻ്റെ പൊന്നാര കുട്ടിയാണ് ഇവിടെ. അന്നും ഇന്നും സിനിമാ നടിയായിട്ടല്ല ഞാൻ കാണുന്നത്. എൻ്റെ ധന്യയുടെ അച്ഛൻ രാജു എൻ്റെ മോനെ പോലെയാണ് ഞാൻ കാണുന്നത്. അതുപോലെ വീണയും രാജും ഇഷ്ടം പോലെ കടുമാങ്ങയും മറ്റും എനിക്ക് കൊണ്ടുതരുമായിരുന്നു. ഞാൻ അതെല്ലാം എവിടെ തീറ്റിക്കുകയും ചെയ്യുമായിരുന്നു. സാർ ഇരിക്കുന്നത് ഒരു പേരവടിയുടെ ഒരു റൂട്ട് ഇതുകൊണ്ടുണ്ടാക്കിയ ഒരു സാധനത്തിന്റെ പുറത്തായിരിക്കുന്നത്. പേരവടിയിലാണ് മുട്ടി തട്ടി പഠിപ്പിക്കുന്നത്. അതേ പേരവടിയാണ് എറിയും. ഒരുപാട് പേരവടി ഇങ്ങനെ തട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നല്ല ഉന്നമാണ് സാറിന്. ഓരോ കുട്ടികൾക്കും അതേറെ മുട്ടിന് തന്നെ കിട്ടും. ആരെയാണോ നോക്കുന്നത് കൃത്യമായിട്ട് ആൾ കയറി കിട്ടും. ധന്യ ഞാൻ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് അടിച്ചിട്ടുമുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും അനുഗ്രഹമുള്ള എൻ്റെ ഒരു കുട്ടിയാണിത്. എൻ്റെ അനുഗ്രഹം, ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അവൾ ഇന്ന് അത്യുന്നത നിലയിൽ എത്തിയിരിക്കുന്നത്. അവളിപ്പോഴും വലിയ വലിയ സിനിമയിൽ ഉൾക്കൊള്ളാതെ ഏറ്റവും വലിയ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും അഭിമാനം എനിക്കാണെങ്കിൽ അവിടെയൊക്കെ അവൾ എൻ്റെ കാര്യം പറയാറുമുണ്ട്. എനിക്ക് ഒത്തിരി അഭിമാനമുള്ള എൻ്റെ ഒരു പിന്നെ വേറൊരു രസകരമായ കാര്യം കൂടെ പറയാം. വെള്ളിയാഴ്ച വൈകിട്ട് അവള് ക്ലാസ്സിന് വീട്ടിൽ വരും. തിങ്കളാഴ്ച രാവിലെ പോവുള്ളൂ. അന്ന് എല്ലാവരും ബനിയന്റെ നിറത്തിലുള്ള അണ്ടർവെയർ ആയിരുന്നത്. എവളെ പെറ്റിക്കോട്ടും അണ്ടർ സ്കർട്ടും ഒക്കെ നനച്ച് അവിടെ അയലിട്ടിട്ട് എടുത്തോണ്ട് പോകുമ്പോ എന്റെ അണ്ടർവെയറും എടുത്തു. അതൊരു പുതിയ അറിവാണ് സാറേ. അത് എന്താന്ന് പറഞ്ഞാലും ഇത് തള്ളല, ഇത് ആവശ്യമാണ്. ചെയ്യും. ഒരുപാട് നവ്യയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാമെങ്കിലും ഇത്രയും ഇത്രയും അല്ല ഒരു എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. അതായത് ഇപ്പം പിന്നെ മാഷ് കുറച്ചു മുമ്പ് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് എൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ്. അണ്ടർവെയർ എടുത്തോണ്ട് പോയ ഒരു മിനിറ്റ്, കുറച്ചു നേരം മുമ്പ് ഞാൻ ഒരെണ്ണം പറഞ്ഞപ്പോ എന്താ നവ്യ നാണിച്ചൊക്കെ മാറി നമ്മളെയൊക്കെ എന്നൊക്കെ പറഞ്ഞ ആള് ഇതിന്റെ ആളായിരുന്നല്ലേ. ഈ കുട്ടിയുണ്ടല്ലോ, എൻ്റെ ഈ കുട്ടി അന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഒരുപാട് അണ്ടർവെയർ കാണിച്ചോണ്ട്